Hi all, welcome to Competitive Cracker. എൻ്റെ പേര് റഹീന സാലിഹിൻ. ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്നത് മാത്തമാറ്റിക് ലോജിക്കിലെ കുറച്ച് പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവരും ഇനിയും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാത്തവർക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ 2 മാസ സമയത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക് ലോജിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. നേരത്തെ എന്തായിരുന്നു GK പോർഷൻസ് ആയിരുന്നു, അത് മാറ്റിയിട്ട് മാത്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നതാണ് മാത്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മാത്തമാറ്റിക് ലോജിക്, അതായത് റീസണിങ്, ലോജിക്കൽ റീസണിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് മാത്തമാറ്റിക് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആ ടോട്ടോളജി. ഇപ്പോൾ ടോട്ടോളജി എന്തായിരുന്നു? നമ്മൾ ടോട്ടോളജി എന്ന് പറയുന്നത് ഏറ്റവും മാത്തമാറ്റിക്സ് ലോജിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. ഒരു പ്രൊപ്പോസിഷൻ വിച്ച് ഈസ് ഓൾവേസ് ട്രൂ, എപ്പോഴും ട്രൂ ആയിട്ടിരിക്കുന്ന ഒരു പ്രൊപ്പോസിഷനെയാണ് നമ്മൾ ടോട്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ടോട്ടോളജി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം. അത് ടോട്ടോളജി എന്ന് പറയുമ്പോൾ ഇത് നമ്മളുടെ സോൾവ് ചെയ്ത് കിട്ടിയ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഓരോ ഓപ്ഷനെ നമുക്ക് എന്താണെന്ന് പറയാം, ടോട്ടോളജി അല്ലെങ്കിൽ കണ്ടീജൻസി. എപ്പോഴും ഫോൾസ് ആയിട്ടിരിക്കുന്നതിനെ കണ്ടീജൻസി, കോൺട്രാഡിക്ഷൻ എന്ന് പറയും. ഫോൾസ് അല്ലെങ്കിൽ ഫോൾസും ട്രൂവും ഒരുമിച്ച് വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടീജൻസി എന്ന് പറയും. അങ്ങനെ 3 കണ്ടീഷനിലാണ് നമ്മുടെ പ്രൊപ്പോസിഷൻ വരുന്നത്. ഒന്നെങ്കിൽ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. അങ്ങനെ ട്രൂ ആണ് കിട്ടുന്നതെങ്കിൽ ദറ്റ് ഇസ് ടോട്ടോളജി. ഇനി ട്രൂവും ഫോൾസും കൂടെ മിക്സ് ചെയ്താണ് കിട്ടുന്നതെങ്കിൽ ദറ്റ് ഇസ് കണ്ടീജൻസി. ഫോൾസ് മാത്രമാണെങ്കിൽ ദറ്റ് ഇസ് കോൺട്രാഡിക്ഷൻ. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ആദ്യം തൊട്ട് ഓപ്ഷൻ എ എങ്ങനെയാണ് നമുക്ക് ഓരോന്നും നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം ഏതാണ് നമുക്ക് ടോട്ടോളജി വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞത് A or B implies B and C എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് A or B implies B and C നമ്മൾ ഓൾറെഡി നമുക്കറിയാം. P implies Qയുടെ ഫോർമുല എന്ന് പറയുന്നത് P bar യൂണിയൻ Q അല്ലെങ്കിൽ P bar or Q ആണ് P implies Qയുടെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A plus B കോംപ്ലിമെന്റ്. ഇതാണ് നമ്മുടെ P എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക, A plus B the complement plus BC. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് A plus B കോംപ്ലിമെന്റ്, ഡി മോർഗൻസ് ലോ, അങ്ങനെ കുറച്ച് ലോസ് ഒക്കെ നമുക്ക് പഠിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഡി മോർഗൻസ് ലോ പഠിക്കണം. അങ്ങനെ കുറച്ച് ലോസ് നമുക്ക് വരുന്നുണ്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട്. ആ ലോസ് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്ത് നമുക്കൊരു സിംപ്ലിഫൈഡ് ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ A plus B the whole complement നമുക്ക് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡി മോർഗൻസ് ലോ ആണ്. ഡി മോർഗൻസ് ലോ. ഇപ്പൊ ഡി മോർഗൻസ് ലോയിൽ പറയുന്നത് A plus B the whole complement is equal to A complement into B complement എന്നാണ്. അപ്പൊ അതിന് നമ്മൾ A plus B the whole complementനെ A complement into B complement plus BC എന്ന് പറയും. ഇപ്പൊ ഇതിനെ ഇനി നമുക്കിനി എന്ത് കോമൺ എടുക്കാനായിട്ടൊന്നുമില്ല. ഇത് B കോംപ്ലിമെന്റും ഇത് B യും ആണ്. സോ നമുക്ക് കോമൺ എടുക്കാൻ പറ്റില്ല, എക്സ്പാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് A കോംപ്ലിമെന്റ് B കോംപ്ലിമെന്റ് പ്ലസ് BC ആണ്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത് അത് ട്രൂ ആണോ? ട്രൂ അല്ല, ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോൾസ് ആണെന്ന് പറയില്ല, എയുടെയും ബിയുടെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ്സ് കണ്ടീജൻസി, അതായത് ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അപ്പൊ ഇത് ടോട്ടോളജി അല്ല, ഇതെന്ന് പറയുന്നത് കണ്ടീജൻസി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് ഏതാണ്? A and B implies B or C. അതിനെ നമ്മൾ നമുക്ക് എന്താ ചെയ്യുക, P implies Qയുടെ ഫോമിൽ നമുക്ക് മാറ്റുക. P implies Q എന്ന് പറയുന്നത് P bar or Q. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ മാറ്റുമ്പോൾ AB ആണ് ഇവിടുത്തെ തന്നിരിക്കുന്നത്. A and B നെ നമ്മൾ ഷോർട്ടായിട്ട് എഴുതിയേക്കുന്നതാണ് AB. അപ്പൊ AB കോംപ്ലിമെന്റ് പ്ലസ് BC. അപ്പൊ അതിനെ നമ്മൾ നേരത്തെ പോലെ ഡി മോർഗൻസ് ലോ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. AB കോംപ്ലിമെന്റ്, ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത് A plus B is equal to A plus B the whole complement is equal to A complement B complement AB the whole complement is equal to A bar plus B bar. Okay,
ഇതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് എന്ന് വരും. ഓക്കെ, അപ്പൊ പ്ലസ് ബി സി ദെൻ ബി കോംപ്ലിമെന്റ് ബി. ബി കോംപ്ലിമെന്റ് ബി എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ബി എന്ന് പറയേണ്ട വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് വെച്ചോ. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 0 പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? 1 ആണ് അല്ലെ. 0 പ്ലസ് 1 ആയാലും 1 പ്ലസ് 1 ആയാലും ദറ്റ് ഈസ് നമ്മൾ കൺജക്ഷന്റെയും ഡിസ്റ്റിങ്ഷന്റെ ഒക്കെ ട്രൂത്ത് ടേബിൾ പഠിക്കണം. ഓറും ആൻഡിന്റെ ഒക്കെ ട്രൂത്ത് ടേബിൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ അത് 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ബി ബാർ പ്ലസ് ബി എന്ന് പറയുന്നത് 1 ആണ്. സോ എ ബാർ പ്ലസ് 1 പ്ലസ് സി. ഇനി എ ബാർ പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താ? അപ്പൊ നമ്മൾ ഏതൊരു എലമെന്റും എ പ്ലസ് 1 എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പൊ ഇത് 0 ആയാൽ 0 പ്ലസ് 1 1 ആണ്, 1 പ്ലസ് 1 1 ആണ്. അപ്പൊ ഇത് നമ്മൾ ഓറിന്റെ ടേബിൾ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷന്റെ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്. അപ്പൊ ടേബിളൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ അതിൻ്റെ ഒപ്പം കുറച്ച് റൂൾസും നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എ ബാർ പ്ലസ് 1 പ്ലസ് സി എന്ന് പറയുന്നത് എന്താകും? 1 ആകും. ഓക്കെ, ഇനി അതും എന്താണ്? അപ്പൊ നമുക്ക് മനസ്സിലായി ലാസ്റ്റ് ആൻസർ ഇപ്പൊ എന്താ കിട്ടിയേക്കുന്നത്? 1 മീൻസ് ദാറ്റ് ഇസ് ട്രൂ. അപ്പൊ ഈ മൊത്തം ഈ ഒരു സെക്കൻഡ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ടോട്ടോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് എന്ത് കിട്ടി? ടോട്ടോളജി എന്ന് പറയുന്നത്. ഇനി തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടോട്ടോളജി ആയിട്ടുള്ള ആളെ നമുക്ക് കിട്ടി. നമുക്ക് പക്ഷെ തേർഡ് ഓപ്ഷനും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അതെന്താണ് വരുന്നത് എന്നുള്ളത്. തേർഡ് ഓപ്ഷനും നമ്മൾ ഈ പറഞ്ഞ പോലെ പി ഇംപ്ലൈസ് ക്യൂയുടെ ഫോമിൽ നമ്മൾ എഴുതി. പി ഇംപ്ലൈസ് ക്യൂയുടെ ഫോം എന്ന് പറഞ്ഞാൽ പി ഓർ ക്യൂ, പി ബാർ ഓർ ക്യൂ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണിത്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് സി എന്ന് പറ്റും. അതിനെ നമ്മൾ ഡിമോർഗൻസ് ലോ എഗെയിൻ നമ്മൾ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യും. ദാറ്റ് ഇസ് എ ബാർ ബി ബാർ പ്ലസ് ബി ബാർ സി. അതിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ലോ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബി ബാർ സി എന്ന് പറഞ്ഞ് ലാസ്റ്റ് കിട്ടും. സോ ബി ബാർ സി വരുന്നത് എന്താണ്? ബി ബാർ സി. അതിനെ നമുക്ക് ഇനി കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇതെന്താണ്? കണ്ടീജൻസിയാണ്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഡിയും വരുന്നത്. അപ്പൊ ഡിയിൽ വരുന്നേക്കുന്നത് എ ഇംപ്ലൈസ് ബി ഇംപ്ലൈസ് ബി ഇംപ്ലൈസ് സി. സോ ഫസ്റ്റ് നമ്മൾ ഈ എ ഇംപ്ലൈസ് ബിനെ എന്താണ്? എ ഓർ എ ബാർ പ്ലസ് ബി ആയിട്ട് മാറ്റും. തന്നെ ബി ഇംപ്ലൈസ് സിനെ നമ്മൾ ബി ബാർ പ്ലസ് സി ആയിട്ട് മാറ്റും. then ഇതിന് ഓളിനെ നമ്മൾ എന്താ ചെയ്യും? പി ഇംപ്ലൈസ് ക്യൂയുടെ ഫോമിൽ മാറ്റും. ദാറ്റ് ഇസ് എ ബാർ പ്ലസ് ബി ദ ഹോൾ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി. അതിന് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി ബാർ. ദാറ്റ്സ് അഗെയിൻ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എ ബി ബാർ എന്ന് കിട്ടും പ്ലസ് ബി ബാർ പ്ലസ് സി. സോ നമുക്ക് ലാസ്റ്റ് വരുന്നത് ബി ബാർ പ്ലസ് സി എന്നാണ്. സോ അതും എന്തല്ല? ടോട്ടോളജി അല്ല, കണ്ടീജൻസി ആണ്. സോ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ ടോട്ടോളജി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ പ്രൊപ്പോസിഷൻ പി ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. ഒരു പ്രൊപ്പോസിഷൻ നമുക്ക് തന്നിട്ടുണ്ട്, പി ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. അത് ടോട്ടോളജി ആണോ, അല്ലെങ്കിൽ അത് ദാറ്റ് ഇസ് ഇക്വലന്റ് ടു പി ആൻഡ് ക്യൂ ആണോ, ഓർ ദാറ്റ് ഇസ് ഇക്വലന്റ് ടു പി ഓർ ക്യൂ ആണോ, അല്ലെങ്കിൽ അത് കോൺട്രാഡിക്ഷൻ ആണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് പി ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന് നമുക്കിത് സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതുകയാണ്. പി പ്ലസ് ക്യൂ, പി ഇൻറ്റു പി ബാർ പ്ലസ് ക്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പി ഇൻറ്റു പി ബാർ പ്ലസ് പി ക്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് പി ഇൻറ്റു പി ബാർ എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ് അല്ലേ. ദാറ്റ് ഇസ് പ്ലസ് പി ക്യൂ. പി ക്യൂ എന്നാണ്. പി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? പി ആൻഡ് ക്യൂ. സോ ഇതെന്ന് പറയുന്നത് ഈസ് ഇക്വലന്റ് ടു പി ആൻഡ് ക്യൂ ആണെന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് ടോട്ടോളജി ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലാസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ടോട്ടോളജി എന്ന് പറയാം. കോൺട്രാഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0 വരണം, അല്ലെങ്കിൽ ഫോൾസ് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കോൺട്രാഡിക്ഷൻസ് പറയും. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പി ആൻഡ് ക്യൂ ആണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് ബി ആണ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. നമ്മൾ അതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് എ ബി സി ഡി ബി ദ പ്രൊപ്പോസിഷൻ. അസ്യൂം ദാറ്റ് ദ ഇക്വലൻസ് ഓഫ് എ ഇംപ്ലൈസ് ഇതെന്ന് പറഞ്ഞാൽ എ ബൈ കണ്ടീഷണൽ ആണ്. ബി ഓർ നെഗേഷൻ ബി ആൻഡ് ബി ബൈ കണ്ടീഷണൽ സി ഹോൾഡ്
then the value of the formula, ഇതിന്റെ വാല്യൂ, ഈ ഒരു ഫോർമുലയുടെ വാല്യൂ എന്താണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് കേസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസ്, അതായത് എ ബൈ കണ്ടീഷണൽ ബി ആൻഡ് ബി ഓർ ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ എ ഈക്വലന്റ് ടു ബി ഓർ ബി, അല്ലെ ബി ഓർ ബി ബാറിനോട് ഈക്വലന്റ് ആണ്, നെഗേഷൻ ഓഫ് ബി. ഇതിന്റെ ഈ ഒരു സിമ്പിളിനെ പറയുന്ന പറയാം നെഗേഷൻ. ഓക്കെ, എ ഈക്വലന്റ് ടു ബി ഓർ നെഗേഷൻ ബിനോട് എ ഈക്വലന്റ് ആണ്. ദാറ്റ്സ് എ ഈക്വൽ ടു ബി ഓർ നെഗേഷൻ ബി എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദെൻ ബി ബൈ കണ്ടീഷണൽ സി എന്ന് വെച്ചാൽ ബി ഈക്വൽ ടു സി ആണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ രണ്ട് കേസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഫോർമുലയുടെ വാല്യൂ എന്താണെന്നുള്ളത് നോക്കേണ്ടത്. അപ്പൊ അത് ട്രൂ ആണോ ഫോൾസ് ആണോ, അല്ലെങ്കിൽ ബിയുടെ അതേ ട്രൂത്ത് വാല്യൂ കിട്ടുന്നത്, അതല്ലെങ്കിൽ ഡിയുടെ അതേ ട്രൂത്ത് വാല്യൂ ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് അതിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ, അപ്പൊ നമ്മൾ തന്നിരിക്കുന്നതിന്റെ അത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് കേസസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്ന് എ ബൈ കണ്ടീഷണൽ ബി ഓർ നെഗേഷൻ ബി നമ്മൾ പറഞ്ഞു. അപ്പൊ എ അതെന്ന് പറയുന്നത് എ ഈക്വൽ ടു ബി ഓർ നെഗേഷൻ ബിനോട് ഈക്വൽ ആണ് എന്നുള്ള അതിന്റെ മീനിങ്. അപ്പൊ ഈ ബി ഓർ നെഗേഷൻ ബി എന്ന് വെച്ചാൽ എന്താ? ബി ഓർ നെഗേഷൻ ബി എന്ന് വെച്ചാൽ 0 + 1 = 1, 1 + 0 = 1. അപ്പൊ അങ്ങനെ ബി ഓർ നെഗേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് 1, അതായത് ട്രൂ ആണ്. അപ്പൊ എ ഈക്വൽ ടു 1 എന്നാണ് ഈ ഒരു ഇക്വേഷന്റെ മീനിങ്, എ ഈക്വൽ ടു 1. ഇനി അടുത്തത് ബി ബൈ കണ്ടീഷണൽ സി എന്ന് പറയുന്നത് ബി ഈക്വൽ ടു സി എന്നാണ് അതിന്റെ മീനിങ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എ ആൻഡ് ബി ഇംപ്ലൈസ് എ ആൻഡ് സി ഓർ ഡി. അതെന്ന് പറയുന്നത് എന്തിനോട്, അതിനെ നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ആൻഡ് മാറ്റി നമുക്ക് ഡോട്ട് ആക്കാം. അപ്പൊ എ ബി ഇംപ്ലൈസ് എ സി പ്ലസ് ഡി, ഇങ്ങനെ നമുക്ക് എഴുതാം. എ ബി ഇംപ്ലൈസ് എ സി പ്ലസ് ഡി എന്ന് നമുക്ക് എഴുതാം. ഇനി അതിനെ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. എ ബി, എയുടെ വാല്യൂ എന്താണ് നമുക്കറിയാം 1 ആണ് അല്ലേ. ദെൻ എ സിയില് എയുടെ വാല്യൂ 1 ആണ്, ഡിയുടെ വാല്യൂ നമുക്കറിയില്ല. സോ എ ബി 1 ഡോട്ട് ബി എന്ന് വെച്ചാൽ എന്താ? ബി ആണ്. 1 ഡോട്ട് ബി ഇപ്പൊ 1 ഡോട്ട് ബി ആണ് നമുക്കറിയാം. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് വെച്ചോ. ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ 1.0 എന്തായിരിക്കും കിട്ടുന്നത്? 0 ആണല്ലേ കിട്ടുന്നത്. ഇനി ബിയുടെ വാല്യൂ 1 ആണെന്ന് വെച്ചോ. ബിയുടെ വാല്യൂ 1, അപ്പൊ 1.1 എന്ന് വെച്ചാൽ എന്താ? 1 ആയിരിക്കും. അപ്പൊ ബിയുടെ വാല്യൂ എന്താണോ അതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ 1 ഡോട്ട് ബി എന്ന് വെച്ചാൽ എന്താണ്? ബി ആണ്. ദെൻ 1 ഡോട്ട് സി ഇസ് അഗെയിൻ ഇതേപോലെ തന്നെ 1 ഡോട്ട് സി എന്ന് പറയുന്നത് സി ആണ്, ദാറ്റ് ഈസ് സി പ്ലസ് ഡി. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നമുക്ക് നിന്നു. ഇനി ബി ഇംപ്ലൈസ് സി പ്ലസ് ഡി, നമ്മൾ അഗെയിൻ എന്താണ് പി ഇംപ്ലൈസ് ഡിയുടെ ഫോർമുല നമുക്ക് എഴുതുമ്പോഴത്തേക്കും പി ഇംപ്ലൈസ് പി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയും. പി ബാർ സി പ്ലസ് ഡി എന്ന് വരും. അപ്പൊ അതിനെ നമ്മൾ എന്താ ഇവിടെ ബി ബാർ സി പ്ലസ് ഡി, ഇവിടെ സി നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു ബി ആണ്. ദാറ്റ് ഇസ് ബി ബാർ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി ബാർ പ്ലസ് ബി എന്താ വരുന്നത്? ബി ബാർ പ്ലസ് ബി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ബി ബാർ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1, ദാറ്റ് ഇസ് 1 പ്ലസ് ഡി. ഏതൊരു ലെറ്റർ നമ്മൾ 1 പ്ലസ് ഡി ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സോ ഇതെന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ ആണ്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ട്രൂ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ. ഓക്കെ, ഇനി ഒരു കോൺവേഴ്സ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപ്ലിക്കേഷൻ, കോൺവേഴ്സ്, ഇൻവേഴ്സ്, അതിൻ്റെ അകത്ത് വരുന്നതാണ് കോൺവേഴ്സ്. അപ്പൊ ഈ ഒരു നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഐ സ്റ്റേ ഓൺലി ഇഫ് യു ഗോ. അപ്പൊ ഐ സ്റ്റേ ഓൺലി ഇഫ് യു ഗോ എന്ന് പറഞ്ഞാൽ ഇഫ് യു ഗോ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇഫ് യു ഗോ then I stay ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ അകത്ത് ഇഫ് യു ഗോ, ഇഫ് പി ദെൻ ക്യൂ ഇന്റെ ഫോർമുല ആണ് ഇത് വരുന്നത്. ഇഫ് പി ദെൻ ക്യൂ. അപ്പൊ ഇവിടുത്തെ പി ഏതാണ്? യു ഗോ. ക്യൂ എന്ന് പറയുന്നത് ഐ സ്റ്റേ. അപ്പൊ അതിന്റെ കോൺവേഴ്സ്, അപ്പൊ പി ഇംപ്ലൈസ് ക്യൂയുടെ കോൺവേഴ്സ് എന്ന് വെച്ചാൽ ക്യൂ ഇംപ്ലൈസ് പി നെയാണ് നമ്മൾ കോൺവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺവേഴ്സ് എന്ന് വെച്ചാൽ ക്യൂ ഇംപ്ലൈസ് പി നെയാണ് നമ്മൾ കോൺവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്യൂ ഇംപ്ലൈസ് പി, ക്യൂ എന്താണ്? ഐ സ്റ്റേ ദെൻ യു ഗോ. ഇഫ് ഐ സ്റ്റേ ദെൻ യു ഗോ, അതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്.
ഓക്കെ. അപ്പൊ അതിവിടെ തന്നിട്ടുണ്ട്. ക്യൂ, അപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന ഐസ് ടി ആണ്, ക്യൂ എന്ന് പറഞ്ഞ യൂഗോ ആണ്. അപ്പൊ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂടെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഇംപ്ലൈസ് പി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇഫ് ഐ സ്റ്റേ ഇഫ് യു ഗോ കൺവേർട്ട്, അത് നമ്മൾ നിൽക്കുന്ന എന്ത് കിട്ടും നമുക്ക്? ഇഫ് ഐ സ്റ്റേ ഇഫ് യു ഗോ. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് പി ഇംപ്ലൈ ക്യൂ ഓർ ആർ അറ്റോമിക് പ്രൊപ്പോസിഷൻ 3 നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ടോട്ടോളജി എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ടോട്ടോളജി വരുന്നത് ഏതാണ് നോക്കണം. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ് ഇംപ്ലൈസ് വൈ ആണ്, വൈ ഇംപ്ലൈസ് എക്സ് ആണ്, നെഗേഷൻ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് ടോട്ടോളജി? ടോട്ടോളജി എന്താണ്? ഓൾവേസ് ട്രൂ ആകുന്നതാണ് ടോട്ടോളജി. അപ്പൊ എക്സ് ബൈ കണ്ടീഷൻ എക്സ് ഈക്വലൻ ടു വൈ ആണോ എന്ന് നമുക്ക് നോക്കാം. എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് പി ഓർ ക്യൂ ഇംപ്ലൈസ് ആർ ആണ് എക്സ്. വൈ എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ആർ ഓർ ക്യൂ ഇംപ്ലൈസ് ആർ ആണ് വൈ. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പി ഓർ ക്യൂനെ എങ്ങനെ എഴുതാം? പി പ്ലസ് ക്യൂ ഇംപ്ലൈസ് ആർ. പി പ്ലസ് ക്യൂ ഇംപ്ലൈസ് ആർ. അപ്പൊ അതിനെ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂയുടെ ഫോം എന്ന് വെച്ചാൽ എന്താണ്? പി ഇംപ്ലൈസ് ക്യൂക്ക് നമുക്ക് എങ്ങനെ എഴുതാം? പി ബാർ ഓർ ക്യൂ എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ എഴുതി പി പ്ലസ് ക്യൂ ദ ബാർ പ്ലസ് ആർ. അപ്പൊ അതിനെ പി പ്ലസ് ക്യൂ ദ ഹോൾ ബാർ എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബാർ ക്യൂ ബാർ ആണ്. ഓക്കെ, സോ പി ബാർ ക്യൂ ബാർ പ്ലസ് ആർ എന്ന് പറഞ്ഞു വരുന്നു. അതേപോലെ ഇപ്പൊ ഇതാണ് എക്സിന്റെ ഷോർട്ട് ഫോം നമുക്ക് കിട്ടി. അതേപോലെ വൈ നോക്കുക. വൈ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പി ബാർ പ്ലസ് ആർ പ്ലസ് ക്യൂ ബാർ പ്ലസ് ആർ എന്ന് പറയുന്നത് പി ബാർ പ്ലസ് ക്യൂ ബാർ പ്ലസ് ആർ ആയിട്ട് നമുക്ക് മാറും. അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പി ബാർ പ്ലസ് ആർ പ്ലസ് ക്യൂ ബാർ പ്ലസ് ആർ എന്ന് വരും. ആർ പ്ലസ് ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ആർ ആണ്. അപ്പൊ അത് 2 ആറിന്റെ ആവശ്യം നമുക്കില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബാർ പ്ലസ് ക്യൂ ബാർ പ്ലസ് ആർ. ഓക്കെ, അപ്പൊ നമുക്കിത് നോട്ടിൽ തന്നെ നമുക്കറിയാം ഇത് രണ്ടും എന്തല്ല? ഇക്വലന്റ് അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്തായി? ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എക്സ് ഇംപ്ലൈസ് വൈ. എക്സ് ഇംപ്ലൈസ് വൈനെ നമ്മളൊന്നും കൂടെ നോക്കാം. അപ്പൊ നമ്മൾ എക്സിന്റെ സിംപ്ലിഫൈഡ് ഫോം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പി ബാർ ക്യൂ ബാർ പ്ലസ് ആർ ആണ്. ആൻഡ് വൈ എന്ന് പറയുന്നത് പി ബാർ പ്ലസ് ക്യൂ ബാർ പ്ലസ് ആർ ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഇംപ്ലിക്കേഷന്റെ ഫോമുല നമ്മൾ എഴുതിയേക്കുന്നതാണ്. ദാറ്റ് ഇസ് പി ഇംപ്ലൈസ് ക്യൂ. അതിനെ നമ്മൾ എഗെയിൻ പി ബാർ ഓർ ക്യൂയുടെ ഫോമുല നമ്മൾ എഗെയിൻ എഴുതി. ദാറ്റ് ഈസ് പി ബാർ ക്യൂ ബാർ പ്ലസ് ആർ ദ ഹോൾ ബാർ പ്ലസ് പി ബാർ ക്യൂ ബാർ പ്ലസ് ആർ. ഇപ്പൊ പി ബാർ ക്യൂ ബാർ ഇതിനെ മാത്രം നമ്മൾ ഹോൾ ബാർ. ഇപ്പൊ ഇവിടെ പ്ലസ് ഇതിനെ നമ്മൾ ഈ നെഗേഷൻ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പി ബാർ ക്യൂ ബാർ ദ ഹോൾ ബാർ ഡോട്ട് എന്നാണ് വരുന്നത് കേട്ടോ. പ്ലസ് എന്താകും? ഡോട്ട് ആയിട്ട് മാറും. അതാണ് ഇവിടെ ഡോട്ട് ആക്കിയിരിക്കുന്നത്. ദെൻ ആർ ബാർ. ഇതിന് നമ്മൾ പി ബാർ ക്യൂ ബാർ ദ ഹോൾ ബാറിനെ നമുക്ക് എന്ത് എഴുതാം? പി ബാർ ദ ഹോൾ ബാർ പ്ലസ് ക്യൂ ബാർ ദ ഹോൾ ബാർ. പി ബാർ ദ ഹോൾ ബാർ ഡബിൾ നെഗേഷൻ ലോ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഡോട്ട് ആർ ബാർ പ്ലസ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ. അപ്പൊ അതിനെ ഇനിയും നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ആർ ബാറിനെ അകത്തേക്ക് എടുക്കാം. ദാറ്റ് ഇസ് പി ഡോട്ട് ആർ ബാർ പ്ലസ് ക്യൂ ഡോട്ട് ആർ ബാർ പ്ലസ് പി ബാർ ക്യൂ ബാർ ആർ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു? പി ആർ ബാർ പ്ലസ് ആർ ക്യൂ ആർ ബാർ പ്ലസ് ക്യൂ ബാർ പ്ലസ് പി ബാർ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ആർ ഇൻറ്റു ആർ ബാർ ആർ ആണ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് പി പ്ലസ് ആർ ഇൻറ്റു ആർ ബാർ ആർ എന്ന് എഴുതാം. ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ ലോ ഉപയോഗിച്ചിട്ട് ക്യൂ പ്ലസ് ക്യൂ ബാർ ഇൻറ്റു ആർ ബാർ പ്ലസ് ക്യൂ ബാർ എന്ന് എഴുതാം. സോ പി പ്ലസ് ക്യൂ ആർ ബാർ പ്ലസ് ആർ എന്ന് വെച്ചാൽ എന്താണ്? ആർ ബാർ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ പി പ്ലസ് ആർ മാത്രമേ വരുള്ളൂ. അതേപോലെ തന്നെ ക്യൂ പ്ലസ് ക്യൂ ബാർ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് ആർ ബാർ പ്ലസ് ക്യൂ ബാർ മാത്രം. ദെൻ പി ബാർ. ഇനി അതിനെ നമ്മൾ വീണ്ടും നമ്മളൊന്ന് എക്സ്പാൻഡ് എഴുതുമ്പോൾ പി പ്ലസ് പി ബാർ, ഈ പി ബാറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ദെൻ ആർ പ്ലസ് ആർ ബാർ, ദെൻ ക്യൂ ബാർ. അപ്പൊ പി പ്ലസ് പി ബാർ എന്ന് വെച്ചാൽ 1 ആണ്. ആർ പ്ലസ് ആർ ബാർ എന്ന് വെച്ചാൽ 1 ആണ്. ദെൻ ലാസ്റ്റ് വരുന്നത് ക്യൂ ബാർ. അപ്പൊ 1 പ്ലസ് എനിത്തിങ് എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് എക്സ് ഇംപ്ലൈസ് വൈ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടുന്നത്
1 എന്നാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പറഞ്ഞ ഓപ്ഷനിൽ ഏതാണ് ടോട്ടോളജി? ടോട്ടോളജി എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഫൈനൽ ആൻസർ 1 അല്ലെങ്കിൽ ട്രൂ കിട്ടുന്നതിനാണ് നമ്മൾ ടോട്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഇംപ്ലൈസ് വൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലും ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയും ഡിയും ഇതേപോലെ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്താലേ ഇതിൻ്റെ അകത്ത് പല രീതിയിൽ പലതും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുള്ളൂ. അപ്പൊ ഈ മാത്തമാറ്റിക് ലോജിക്കിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള റൂൾസ്, ആ ഒരു റൂൾസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക, ടോട്ടോളജി കണ്ടുപിടിക്കുക, കോൺട്രാഡിക്ഷൻ കണ്ടുപിടിക്കുക, പല നമുക്ക് ടേബിൾസ് പലതിൻ്റെയും ട്രൂത്ത് ടേബിൾസ് ഒക്കെ നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കണം. കാരണം നമുക്കിനി ഒരു 2 മാസത്തെ സമയം മാത്രമേ ഉള്ളൂ അല്ലേ ഇനി HSST കമ്പ്യൂട്ടർ സയൻസിന്. അപ്പോൾ നിങ്ങൾക്ക് HSST കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടുതൽ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 60 ഡേയ്സിലെ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ HSST കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ കോമ്പറ്റേറ്റീവ് ട്രാക്കറിനെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.